അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ട്രെൻഡ്സ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഹയർ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. ഏതൊക്കെ തരം കോമ്പൗണ്ടുകളിലാണ് ഇത്തരം ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്, അവയുടെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് എന്നെല്ലാമാണ് നമ്മൾ ഈ ഒരു പ്രത്യേക പ്രോപ്പർട്ടിയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് പ്രധാനമായിട്ടും അവയുടെ ഓക്സൈഡ്സിലും ഹാലൈഡ്സിലുമാണ്. ഈ ഹാലൈഡ്സിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഫ്ലൂറൈഡ്സിലാണ് സാധാരണയായിട്ട് ഇവ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെല്ലാം തന്നെ ഹൈലി സ്റ്റേബിളും ആണ്. എന്തുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഫ്ലൂറിനും ഓക്സിജനും ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള അതുപോലെ തന്നെ കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള കോമ്പൗണ്ട്സ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഫോം ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ. നമുക്ക് നോക്കാം. ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഷോ ദെയർ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിത്ത് ഫ്ലൂറിൻ ആൻഡ് ഓക്സിജൻ ബിക്കോസ് ഓഫ് ദ സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. നമുക്കറിയാവുന്ന പോലെ തന്നെ ഓക്സിജനും ഫ്ലൂറിനും സ്മോൾ സൈസാണ്, ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റിയുമാണ്. അതിനാൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിന് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള കോമ്പൗണ്ടുകളെ ഫോം ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പ്രധാനമായിട്ടും ഹാലൈഡുകളാണ് 3D ട്രാൻസിഷൻ സീരീസ് എലമെൻറ്റ്സ് ഫോം ചെയ്യുന്നത്. ചില ഉദാഹരണങ്ങൾ നോക്കൂ. TiX4 ടൈറ്റാനിയം ടെട്രാ ഹാലൈഡ്. ഇവിടെ ടൈറ്റാനിയത്തിന് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള +4 ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് വനേഡിയം പെൻറ്റാഫ്ലൂറൈഡ് VF5. ഇവിടെ വനേഡിയത്തിന് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതുപോലെ അടുത്തൊരു കോമ്പൗണ്ടായിട്ട് പറയുന്നത് ക്രോമിയം CrF6. ക്രോമിയത്തിന് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. മാത്രവുമല്ല മറ്റൊരു കോമ്പൗണ്ടായിട്ട് പറയുന്നത് മാംഗനീസിൻ്റെ കോമ്പൗണ്ടാണ്. മാംഗനീസ് ഓക്സിജനുമായിട്ടും ഫ്ലൂറിനുമായിട്ടും ചേർന്നുണ്ടാകുന്ന MnO3F എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇതിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സിന് ഓക്സിജനുമായിട്ടും ഫ്ലൂറിനുമായിട്ടും ചേർന്നുകൊണ്ട് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ഒരുപാട് കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. The ability of the fluorine to stabilize the higher oxidation state is due to two factors. First one, higher lattice enthalpy or higher bond enthalpy. എന്തുകൊണ്ടാണ് ഫ്ലൂറിൻ ഇത്തരത്തിലുള്ള ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്? ഇത് പ്രധാനമായിട്ടും 2 ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുക. ചില കോമ്പൗണ്ടുകളിൽ ഹയർ ലാറ്റൈസ് എൻതാൽപ്പി ആയിരിക്കും, എന്നാൽ ചില കോമ്പൗണ്ടുകളിൽ ഹയർ ബോണ്ട് എൻതാൽപ്പിയും ആയിരിക്കും. ഹയർ ലാറ്റൈസ് എൻതാൽപ്പി ഉള്ള കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിളാണ് COF3. അതുപോലെ തന്നെ ഹയർ ബോണ്ട് എൻതാൽപ്പി ഉള്ള കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിളാണ് വനേഡിയം പെൻറ്റാഫ്ലൂറൈഡും ക്രോമിയം ഹെക്സാഫ്ലൂറൈഡും VF5 ആൻഡ് CrF6. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്ലൂറിനും ഓക്സിജനും സാധാരണയായിട്ട് ഡി ബ്ലോക്ക് എലമെൻറ്റ്സുമായിട്ട് ജോയിൻ ചെയ്യുന്ന കോമ്പൗണ്ടുകളിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിന് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് മാത്രമേ സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫ്ലൂറിൻ ഈസ് അൺസ്റ്റേബിൾ. ഏതെങ്കിലും എല്ലാം കോമ്പൗണ്ട്സിൽ ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലോവർ ആണെങ്കിൽ അങ്ങനത്തെ കോമ്പൗണ്ട്സ് അൺസ്റ്റേബിൾ ആണ്. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ VX2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനേഡിയം ഹാലജനുമായിട്ട് ചേർന്നുണ്ടാകുന്ന VX2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫ്ലൂറിൻ സാധാരണ ആ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നില്ല. നോക്കൂ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവ മാത്രമാണ് വനേഡിയവുമായിട്ട് ചേർന്നുകൊണ്ട് VX2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത്. ഇതിൽ വനേഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 മാത്രമാണ്. അപ്പോൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നാൽ മാത്രമേ ഫ്ലൂറിനും ഓക്സിജനും ട്രാൻസിഷൻ എലമെൻറ്റ്സുമായിട്ട് ജോയിൻ ചെയ്ത് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നുള്ളൂ. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിലെ കോപ്പറിൻ്റെ ചില കോമ്പൗണ്ട്സുകളെ പറ്റിയിട്ടൊന്ന് നോക്കാം. നമുക്കറിയാം കോപ്പർ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കോപ്പർ 2 ഹാലൈഡ്സ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിൽ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. എന്നാൽ ഈ കോപ്പർ ഹാലൈഡ്സിലെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ എന്നിവയുമായിട്ട് കോപ്പറിനെ ജോയിൻ ചെയ്തുകൊണ്ട് കോപ്പർ ഹാലൈഡ്സ് ഉണ്ടാക്കാം.
ഇതിലെല്ലാത്തിലും കോപ്പറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +2 ആണ്. എന്നാൽ കോപ്പറിൻ്റെ അയഡൈഡ് സാധാരണയായിട്ട് നമ്മൾ കാണാറില്ല. എന്താണ് അതിന് കാരണം? കോപ്പർ 2+ ഓക്സിഡൈസസ് I- to അയഡിൻ. I- I2 ആക്കി മാറ്റുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ കോപ്പർ 2+ അയോണുകൾ നടത്തുന്നു. ഇവിടെ നോക്കൂ, കോപ്പർ 2+ അയോണുകൾ അയഡിൻ അയോൺ അല്ലെങ്കിൽ I- റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? കോപ്പർ 2+ I- അയോണുകളെ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് I2 ആയിട്ട് മാറുന്നു. മാത്രവുമല്ല Cu2I2 എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ കോമ്പൗണ്ടിൽ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. അപ്പോൾ +2 സ്റ്റേറ്റുള്ള കോപ്പർ +1 ആയിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പർ 2 അയഡൈഡ്സ് സാധാരണയായിട്ട് കണ്ടുവരാറില്ല എന്ന് സാരം. ഇനി കോപ്പർ 1 കോമ്പൗണ്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കോപ്പർ 1 കോമ്പൗണ്ടുകൾ അവൈലബിൾ ആണ്. എന്നാൽ ഈ കോപ്പർ 1 കോമ്പൗണ്ടുകൾ അക്വസ് സൊല്യൂഷനിൽ സാധാരണയായിട്ട് അൺസ്റ്റേബിൾ ആണ്. കാരണം ഇവ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, Cu+ അയോണുകൾ അക്വസ് സൊല്യൂഷനിൽ എന്താണ് സംഭവിക്കുക എന്ന്? ഇറ്റ് വിൽ ചേഞ്ചസ് ടു Cu2+ ആൻഡ് Cu സോളിഡ്. അതായത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലിരുന്ന Cu+ അയോണുകൾ അതിനേക്കാൾ കൂടിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള +2 ആയിട്ടും അതിനേക്കാൾ കുറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള 0 ആയിട്ടും മാറുന്നു. ഇത്തരം റിയാക്ഷൻസിനെയാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ്റെ ഫലമായിട്ട് Cu+ അയോണുകൾ അക്വസ് സൊല്യൂഷനിൽ അൺസ്റ്റേബിൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഈ Cu2+ അയോണുകളെയും Cu+ അയോണുകളെയും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഏതാണ് കൂടുതൽ സ്റ്റേബിൾ? അക്വസ് സൊല്യൂഷനിൽ Cu+ അയോണുകൾ സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞു. എന്നാൽ Cu2+ അയോണുകൾ അക്വസ് സൊല്യൂഷനിൽ വളരെയധികം സ്റ്റേബിൾ ആണ്. എന്താണ് അതിന് കാരണം? The stability of Cu2+ ions than Cu+ is due to much more negative hydration enthalpy of Cu2+ than Cu+. Cu+നെ കമ്പയർ ചെയ്യുമ്പോൾ Cu2+ അയോണുകൾക്ക് ഹൈഡ്രേഷൻ എൻതാൽപ്പി ഒരുപാട് കൂടുതലാണ്. ഈ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്നുള്ളത് കോപ്പറിൻ്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയുമായിട്ട് ഏകദേശം കോമ്പൻസേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. നമുക്കറിയാം കോപ്പറിന് D10S1 ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് അല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ ബാക്കി അതിൽ 10 ഇലക്ട്രോൺസ് ആണ് ഡി ഓർബിറ്റലിലുള്ളത്. അതിൽ നിന്നും പിന്നീട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അധികം ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഹൈ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയാണ് കോപ്പർ അയോണുകൾക്ക് Cu+ അയോണുകൾക്ക് വരുന്നത്. ഇവിടെ Cu2+ അയോണുകൾ അക്വസ് സൊല്യൂഷനിൽ മോർ സ്റ്റേബിൾ ആവുന്നതിന് കാരണം Cu2+ അയോണുകൾക്ക് മോർ ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ് ആസ് കമ്പയർഡ് ടു Cu+ അയോൺസ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഫ്ലൂറിനുമായിട്ട് ചേർന്നുണ്ടാകുന്ന ഫ്ലൂറൈഡ്സിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുവെന്നും അത് ഹൈലി സ്റ്റേബിൾ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതോടൊപ്പം തന്നെ നമ്മൾ സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഓക്സിജനുമായിട്ട് ചേർന്നുകൊണ്ടും ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഇവിടെ നോക്കാം, ഓക്സിജൻ സ്റ്റെബിലൈസസ് ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ദ ഓക്സൈഡ്സ് മോർ ദാൻ ഫ്ലൂറിൻ. ഫ്ലൂറിനേക്കാൾ കൂടുതൽ ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഓക്സിജനുണ്ട്. എന്താണ് അതിന് കാരണം? ദിസ് ഈസ് ഡ്യൂ ടു ദ എബിലിറ്റി ഓഫ് ഓക്സിജൻ ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട് വിത്ത് ദ മെറ്റൽ ആറ്റംസ്. എന്തുകൊണ്ടാണ് ഓക്സിജൻ ഫ്ലൂറിനേക്കാൾ കൂടുതലായിട്ട് ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്? ഇതിൻ്റെ റീസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്സിജന് മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്സിജന് മെറ്റൽ ആറ്റവുമായിട്ട് മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണയായിട്ട് ഓക്സിജൻ സ്റ്റെബിലൈസസ് ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ദ ഓക്സൈഡ്സ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ Mn2O7 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഇവിടെ കൺസിഡർ ചെയ്യാം. Mn2O7 എന്നൊരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ മാംഗനീസ് ടെട്രാഹെഡ്രലി സറൗണ്ടഡ് വിത്ത് ഓക്സിജൻ ആറ്റംസ് ആണ്. മാംഗനീസ് ആറ്റത്തിൻ്റെ 4 ഭാഗവും ഓക്സിജൻ ആറ്റം വഴി ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ 3 എണ്ണവും ഡബിൾ ബോണ്ടാണ്. ഒരെണ്ണം എങ്ങനെയാണെന്ന് നോക്കൂ, മാംഗനീസ് ഓക്സിജൻ മാംഗനീസ് എന്ന
ബ്രിഡ്ജ് ബോണ്ടാണ്. അപ്പോൾ ഓക്സിജൻ കൂടുതലായിട്ട് ട്രാൻസിഷൻ മെറ്റൽസിനെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാം. ഈ കോമ്പൗണ്ടിൽ പറയുകയാണെങ്കിൽ ഓരോ മാംഗനീസിനും +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ട്രാൻസിഷൻ എലമെൻസിലെ മറ്റു ചില മെറ്റൽസിനെ നമുക്കൊന്ന് നോക്കാം. അയേൺ സാധാരണയായിട്ട് ഓക്സിജനുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് അയേൺ ഓക്സൈഡുകൾ ഫോം ചെയ്യാറുണ്ട് അല്ലേ? ഈ അയേൺ ഓക്സൈഡ് Fe2O3 എല്ലാം തന്നെ അയേണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അതിനാൽ അയേൺ കാണിക്കുന്ന മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. എന്നാൽ ആൽക്കലൈൻ മീഡിയത്തിൽ ഇവ ഫെറേറ്റ്സ് എന്ന് പറയുന്ന കോമ്പൗണ്ടുകൾ സാധാരണയായിട്ട് ഉണ്ടാക്കാറുണ്ട്. എന്താണ് ഫെറേറ്റ്സ്? FeO4 2- എന്ന ജനറൽ ഫോർമുല വരുന്ന കോമ്പൗണ്ടുകളാണ് ഫെറേറ്റ്സ്. ഇതിൽ അയേണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. എന്നാൽ ഈ കോമ്പൗണ്ട്സ് അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് ഡീകമ്പോസ് ചെയ്തുകൊണ്ട് Fe2O3 O2 ആയിട്ട് മാറുന്നു. അതിനാൽ നമുക്ക് പറയാം അയേണിൻ്റെ മാക്സിമം ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത് +3 ആണ്. ഇതുപോലെ തന്നെ മറ്റ് ചില മെറ്റൽസിനെ കൺസിഡർ ചെയ്യാവുന്നതാണ് വനേഡിയം. വനേഡിയത്തെ പറ്റി പറയുമ്പോൾ VO2+ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ വനേഡിയം ഓക്സിജനുമായിട്ട് ജോയിൻ ചെയ്തുണ്ടാകുന്നു. ഇതിൽ വനേഡിയത്തിന് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കോമ്പൗണ്ടാണ് VO2+. ഈ കോമ്പൗണ്ടിൽ വനേഡിയം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ടൈറ്റാനിയം ഓക്സിജനുമായിട്ട് ജോയിൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടായിട്ടുള്ള TiO2+. ഈ ഒരു കോമ്പൗണ്ടിൽ ടൈറ്റാനിയം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ നിന്നും ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഓക്സിജനും ഫ്ലൂറിനുമായിട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് ഹയർ ഓക്സിജൻ സ്റ്റേറ്റുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു.